അപ്പൊ ഇതാണ് നമ്മളെ കിച്ചണിൽ നമ്മൾ ഫ്ലോറിൽ ഇട്ടിട്ടുള്ളത് 6-4 അസർവയുടെ ബുക്ക് മാച്ച് ആണ് ഇട്ടിട്ടുള്ളത്. അതേ ഡിസൈൻ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് കിച്ചൺ ഇങ്ങനത്തെ ഒരു ലുക്കിലേക്ക്? ശരിക്ക് ഇവിടെ എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ ക്ലയന്റിന്റെ വൈഫിന്റെ ആഗ്രഹമായിരുന്നു നല്ലൊരു കിച്ചൺ വേണം. ആദ്യം ഈ കിച്ചണിൽ ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടായിരുന്നു, വർക്ക് ഏരിയ വേറെയും ഇത് വേറെ ആയിരുന്നു. പിന്നെ അവർക്ക് സൗകര്യത്തിന് ഒരൊറ്റ കിച്ചൺ മതി. പിന്നെ അതുപോലെ തന്നെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഒരു ഫാമിലി 4 ആളല്ലേ, 4 ആൾക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ മതി. പിന്നെ ഒന്ന് സ്മാർട്ട് ആയിട്ടുള്ളൊരു കിച്ചൺ വേണം. എനിക്ക് തോന്നുന്നത് സാബിത് ഭായി, നമുക്ക് തോന്നുന്നത് ആ വോൾ എടുത്തത് നന്നായിരുന്നു. അതെ അതെ, ഒരു വിശാലത ഫീൽ ചെയ്യും. ഒരുപാട് സൗകര്യങ്ങൾ ഇടുങ്ങിയതുണ്ടായിട്ട് കാര്യമല്ലോ. അതെ അതെ, ഇതിപ്പോ ഒരു ഭയങ്കര ഫീൽ ആയിട്ടുള്ള കിച്ചൺ അല്ലേ? മറ്റ് എല്ലാവരും ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനം ഉണ്ടാക്കി. ആ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനം ഉണ്ടാക്കി ഉള്ളതൊന്നും ഇത് നന്നാക്കി ഉണ്ടാക്കി വളരെ വൃത്തിയായിട്ട് കാണാൻ തന്നെ ഒരു ഫീല്. അതെ, നമുക്ക് ആകെ ഉള്ളത് സ്ക്വയർ ഫീറ്റും ചെറുതാണ്. ചെറിയ സ്ക്വയർ ഫീറ്റിലാകുമ്പോൾ ഇങ്ങനത്തെ ഒരു കിച്ചണും കിട്ടല് ഭയങ്കര അത്ഭുതം തന്നെയല്ലേ. ആളുകളിൽ ചീത്ത ഞാൻ ഇതുവരെ സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ടില്ല. സ്ക്വയർ ഫീറ്റ് സ്കിപ്പ് ചെയ്യാതെ കേട്ടോളി. ഈ സ്ക്വയർ ഫീറ്റ് കേട്ട് ഈ വീടും കണ്ടാൽ നിങ്ങൾ സാബിത്തിന്റെ പേരെ തപ്പി വരും. ഈ വീട് ഉണ്ടാക്കുന്ന ആളുകൾ സാബിത്തിന്റെ വീട് തപ്പി വരും. ഇതുപോലെ എനിക്ക് വേണം പറഞ്ഞിട്ട് കേരളത്തിൽ ഇത്ര വലുപ്പമുള്ള ഒരു കിച്ചൺ കൂടി ഉണ്ടാക്കുന്ന ടാസ്ക് തന്നെയാണ്. അതെ, ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ എവിടെ നിങ്ങൾ ചെയ്യൂലേ? സാബിത്തിന്റെ നമ്പർ നമ്മൾ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ബന്ധപ്പെടുക. ഞാൻ പറഞ്ഞത് ഈ സ്ക്വയർ ഫീറ്റ് അപ്പോൾ പറയാത്തത് പറഞ്ഞാൽ നിങ്ങൾ വീട് കണ്ടിട്ട് നിങ്ങളെ മനസ്സിലൊരു സ്ക്വയർ ഫീറ്റ് ഫീൽ ചെയ്യുമല്ലോ, അതും ഞങ്ങളെ ഈ വീടിന്റെ യഥാർത്ഥ സ്ക്വയർ ഫീറ്റ് നമ്മൾ തട്ടിച്ചു നോക്കും. അപ്പൊ നമ്മൾ പറയുന്ന സ്ക്വയർ ഫീറ്റ്